ശ്രീ ടി.പി. ജയചന്ദ്രൻ മാസ്റ്റർ, ഇതിന്റെ വ്യാപ്തി എത്രത്തോളം വലുതാണ് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. കാരണം ഈ ഉത്തരവിന്റെ മറവിൽ സംസ്ഥാനത്തൊട്ടാകെ വ്യാപകമായ മരം കൊള്ളയാണ് നടന്നത്. അതിൽ മുട്ടിൽ മരം മുറിയായിരുന്നു ഏറെ വിവാദമുണ്ടാക്കിയത്. കാരണം കോടിക്കണക്കിന് രൂപ അങ്ങനെയായിരുന്നു അവർ തട്ടിയെടുത്തത് എന്നുള്ളതാണ്. എന്നിട്ടിപ്പോൾ നേരത്തെ ശ്രീ എൻ ബാദുഷ സൂചിപ്പിച്ചതുപോലെ അവരൊക്കെ ഇപ്പോൾ വലിയ സാമൂഹിക പരിവർത്തനത്തിന്റെ അപ്പോസ്തലന്മാരായി ഇരിക്കുകയാണ്, ഇത്രയും വലിയ രീതിയിലുള്ള ഈ മരം കൊള്ള നടത്തിയിട്ട്. നോക്കൂ, ഇപ്പോ ജനം TV മാത്രമാണ് ഈ വിഷയം എന്ന് ചർച്ച ചെയ്യാൻ തയ്യാറായത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റൊരു ചാനലും ഈ വിഷയത്തിൽ ആത്മാർത്ഥയോടെ സമീപിച്ചിട്ടില്ല. ഈ ഒരൊറ്റ സംഭവത്തെ കുറിച്ച് ഒരൊറ്റ സെന്റൻസിൽ ഒതുക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. വിചിത്രമാണ് ഈ കേസും ഇതിന്റെ നാൾവഴികളും. അവിശ്വസനീയമാണ് ഇതിന്റെ പിന്നിൽ നടന്ന ചരടുവലികൾ. ഭയാനകമാണ് ഇതിന്റെ പ്രത്യാഘാതങ്ങൾ. നോക്കൂ, രാജ്യത്തിന്റെ പൈതൃകവും പൊതുസ്വത്തുകളും പ്രകൃതിയും സംരക്ഷിക്കേണ്ട 3 വകുപ്പുകളുടെ വളരെ കുറ്റകരമായ, വളരെ അവിശ്വസനീയമായ, ഭീതിപ്പെടുത്തുന്ന നാൾവഴികളാണ് നമ്മൾ കാണുന്നത്. വനവും വനസമ്പത്തും വന്യമൃഗങ്ങളെയും പ്രകൃതിയെയും സംരക്ഷിക്കേണ്ട വനം വകുപ്പിനെ നിയന്ത്രിക്കുന്നത്, അവർ കൂട്ടുനിൽക്കുന്നത് വനം കൊള്ളക്കാർക്കും പൊതുമുതൽ കൊള്ള ചെയ്യാനുമുള്ള ആളുകളെയാണ്. അത്തരം കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നവരെ തടയേണ്ടതും സമൂഹത്തിന് മാതൃകയായി ശിക്ഷ വിധിക്കേണ്ടവരുമാണ് റവന്യൂ വകുപ്പ്. ആ റവന്യൂ വകുപ്പാവട്ടെ അവരെ പോലും നിയന്ത്രിക്കുന്നത്, അവരെ ഏത് വഴിക്ക് നീങ്ങണം നിശ്ചയിക്കുന്നത് ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ദുഷ്ടശക്തികളാണ്. പൊതുമുതൽ സംരക്ഷിക്കാനും പൗരനും സമൂഹത്തിനും ആത്മവിശ്വാസം കൊടുക്കേണ്ടതായ നടപടികൾ എടുക്കേണ്ട വകുപ്പാണ് പോലീസ് സേന എന്ന് പറയുന്നത്. ഈ ചർച്ചയിൽ നമ്മൾ കേട്ടിക്കൊണ്ടിരിക്കുന്നത് എന്താണ്? വനം വകുപ്പ് ചലിക്കുന്നത് വനം കൊള്ളക്കാർക്ക് വേണ്ടിയാണ്. റവന്യൂ വകുപ്പ് പ്രവർത്തിക്കുന്നത് പൊതുസ്വത്ത് കൊള്ള ചെയ്യുന്നവർക്ക് വേണ്ടിയാണ്. പോലീസ് ആവട്ടെ ഇതിനൊക്കെ നേരെ കണ്ണടക്കുകയാണ്. മറ്റൊരു ദൗർഭാഗ്യകരമായ ചിത്രം എന്ന് പറയുന്നത് വനം വകുപ്പും റവന്യൂ വകുപ്പും കൈകാര്യം ചെയ്യുന്നത് 2 ദുർബലരായ മുന്നണിയുടെ നേതൃത്വമാണ്. ഇവിടെ തന്നെ ചൂണ്ടിക്കാണിച്ചു. അവരെ ചാടിക്കളിയടാ കുഞ്ചിരാമ എന്ന് പറഞ്ഞ് ചാടിക്കളിപ്പിച്ച് അവരെ നോക്കുകുത്തിയാക്കിയും ഭീഷണിപ്പെടുത്തിയും നിർത്തി ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന വലിയേട്ടൻ പാർട്ടിക്കാരൻ എല്ലാം നിയന്ത്രിക്കുകയുമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മരങ്ങൾ പോലും, ഞാൻ ഈ സ്ഥലം സന്ദർശിച്ച കഥ ഞാൻ പറഞ്ഞു. ഈ സഹോദരന്മാർക്ക്, കൊള്ളക്കാർക്ക് എളുപ്പത്തിൽ എത്തിക്കാവുന്ന മരങ്ങളൊക്കെ അവർ റോട്ടിലെത്തിച്ച് അവർ എറണാകുളത്തേക്ക് കടത്തിക്കൊണ്ടുപോയി. ഇപ്പോൾ നമ്മൾ ഇവിടെ കാണുന്ന മരങ്ങൾ പൊതു റോഡിൽ നിന്നും ഒരുപാട് അകലത്തിലുള്ള വലിയ റബ്ബർ കാപ്പിത്തോട്ടത്തിലും അതുപോലുള്ള എത്തിക്കാൻ ബുദ്ധിമുട്ടുള്ള ഭയാനകമായ മരങ്ങളാണ് അവിടെ അവശേഷിച്ചു പോയത്. എനിക്ക് തോന്നുന്നു ആ മരങ്ങൾ പോലും റവന്യൂ വകുപ്പിന്റെയും വനം വകുപ്പിന്റെയും ചെലവിന് ഇപ്പോ കുറെ കൂടി റോഡിനടുത്തെത്തി. ഇവിടെ തന്നെ പലരും പറഞ്ഞു ഇത് സംരക്ഷിക്കാനുള്ള താല്പര്യം വനം വകുപ്പായിരുന്നില്ല കോടതിയിൽ ആവശ്യപ്പെട്ടത്. അതവിടെ ഞങ്ങൾക്ക് നാളെ കിട്ടാനുള്ള സ്വത്താണ്. കാരണം ഇതിനെ തടയേണ്ടവർ ഞങ്ങൾ പറയുന്ന പാതയിലേ ചലിക്കുകയുള്ളൂ. അതുകൊണ്ട് അത് നശിച്ചു പോകാതെ, മഴയും വെയിലും കൊള്ളാതെ സംരക്ഷിക്കണം എന്ന് ഉത്തരവ് കോടതിയിൽ കൊണ്ടുപോയി നേടുന്നത് ഇത് സംരക്ഷിക്കേണ്ട വനംവകുപ്പിന്റെ ആവശ്യപ്രകാരമല്ല.